ഇത് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ബാംഗ്ലൂരൊക്കെ ഉണ്ട് ഈ സാധനം. അത് നമ്മൾ ചാർജ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകണതാണ്. അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യാൻ ഈ ഒരു വണ്ടി നല്ലതാണ്. അത് പിന്നെ തിരിച്ച് എവിടെ കൊണ്ടുവയ്ക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാം ഒരു സംഭവമാണ്. പിന്നെ ഈ സൈഡിൽ ഇതിനകത്തൊരു പാർക്ക് പോലൊക്കെ ഉണ്ടോ? പാർക്കാണത്. ഇതിനകത്തൊരു പാർക്കുണ്ട്. നൈറ്റാണ് ദില്ലി ലൈവ് എന്ന് പറയുന്നത്. നമ്മൾ രാവിലെയൊക്കെ വന്നിട്ട് വല്ലാണ്ടായി പോയി, ഒരു സുഖമില്ല. ഇതാണ് നെഹ്റു പ്ലേസ് എന്ന് പറയും. നമ്മൾ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നെഹ്റു അല്ലേ, നെഹ്റു പ്ലേസ് ആണത്. പിന്നെ വേറൊരു കാര്യം, ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവർ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി പെരുത്ത് ഉരച്ചു വെക്കുന്ന വണ്ടികളായിരിക്കും. പുറമേ നമ്മൾ വണ്ടി കാണുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ടൊക്കെ തോന്നും, ഇല്ലേ? അകമേ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് കാണും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക. ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ ഓൺലൈനിലൊക്കെ ഇപ്പം യൂട്യൂബേഴ്സ് കുറേ വീഡിയോസൊക്കെ ഇപ്പം വരുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ദില്ലിയിൽ ഹരിയാനയിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിത് മേടിച്ച് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഇതെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ വേരി കൂട്ടി കേരളത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കിന് പണി വശുമ്പാലി കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ള് കംപ്ലൈൻ്റ് ആയിരിക്കും. ഇപ്പം തന്നെ നമ്മളിവിടെ ട്രാവൽ ചെയ്തപ്പോൾ എല്ലാ വണ്ടികളും കൊണ്ട് ചവിട്ടി പിരുത്തൊക്കെയാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ ലാസ്റ്റ് നമ്മളെ തലയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ പൈസയും പോവും, വെറുതെ ആവും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി എടുക്കുക. അല്ലെങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് വണ്ടി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ ഓൺലൈൻ കണ്ടിട്ട് ഇന്ന വണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന വണ്ടി ഈ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല സൂപ്പർ വണ്ടിയാണെന്ന് പറഞ്ഞ് എടുക്കും. ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് എൻ്റെ എഞ്ചിൻ പണിയും ചിലപ്പോൾ 2-3 മാസം വണ്ടി ഓടി കഴിയുമ്പോഴേക്കും അറിയുന്നത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ വണ്ടി എടുക്കുക. ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ദില്ലിയിൽ, ഇഷ്ടംപോലെ വണ്ടി കൊടുക്കാനുണ്ട്. അത് നോക്കി കണ്ട് എടുത്തില്ലെങ്കിൽ പണി പോളും. ഓക്കെ, കുത്തബ് മിനാർ പോകാൻ വേണ്ടി പോയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കുത്തബ് മിനാർ കാണാൻ പോകേണ്ടത് കേട്ടോ. ഇത് ക്രോസ് ചെയ്യണം. എന്നാണ്ട് ഇവിടെ ഒരു ഇതുണ്ട്, എന്താണ്, റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. ഓക്കെ, ഇതിനകത്തൂടെ ആണ് നമ്മൾ പോകേണ്ടത്. വീഡിയോ അതിലൂടെ ആവാൻ ചാൻസ് കുറവായിരിക്കും. എന്തായാലും ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല, അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാനായിരിക്കും. ഓക്കെ, നമ്മൾ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കുത്തബ് മിനാറിനകത്തോട്ട് കയറിയാണ്. നൈറ്റ് നല്ല സൂപ്പർ വൈബാണ് കേട്ടോ. നമുക്ക് ഒന്നാമത് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എനിക്കൊന്ന് ലേസർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുകളിൽ, കണ്ടില്ലേ? കുറേ ആൾക്കാരൊക്കെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു സൈഡൊക്കെ ഈ എന്താണ് ലേസർ ഷോ ആണെന്നിരിക്കുകയാണ്. എൻ്റെ മേളിൽ ലേസർ ഷോ ഉണ്ടല്ലേ, കണ്ടോ? ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ലേസർ ഷോ ആണെന്നിരിക്കുക. ഇത് നല്ല വൃത്തിയാണ് ഈ രണ്ട് സൈഡും. എപ്പോഴും നല്ല വൃത്തിയാണ്. ടൂറിസ്റ്റൊക്കെ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാം വൃത്തിയൊക്കെ ഇട്ടേക്കാണ്. ലേസർ ഷോ നടക്കുന്നുകൊണ്ടാണ് ഈ ലൈറ്റ് സെറ്റൊക്കെ അവരെല്ലാം ഓഫ് ചെയ്തേക്കുന്നത്. ഈ സൈഡിലെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ലേസർ ഷോ കുത്തബ് മിനാർ. ലൈറ്റ് വേണ്ടോ? അപ്പോൾ ഈ സൈഡിലാണ് എൻ്റെ, കണ്ടില്ലേ? സൈഡ്
ഇവിടുന്ന് വലിയ നമുക്കതിൻ്റെ ഒരു ഈ ലേസർ ഷോ നടക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. നമ്മൾ ബാക്കിൽ ചെല്ലുമ്പോഴേ അതിൻ്റെ ആ ഒരു വ്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ബാക്കി അതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഓക്കെ, അയ്യോ അപ്പോൾ ഇതിൻ്റെ കോട്ടയ്ക്കകത്ത് കയറിയിരിക്കുകയാണ് നമ്മൾ, കണ്ടില്ലേ. നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ പകൽ വരുന്നതിനെക്കാട്ടിയും സെറ്റപ്പാണ് രാത്രിയിൽ നിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം രാത്രിയിൽ എൻ്റെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ മക്ക ക്ലിയർ ആണ് കേട്ടോ, കിട്ടില്ലാണ്. ബ്രിട്ടീഷുകാർ തകർത്ത് പോയ സംഭവമാണ് ഇതെല്ലാം. ഇതിൻ്റെ കോട്ടയ്ക്കകത്ത് എല്ലാം കിട്ടില്ലാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. പിന്നെ പകൽ വന്നു കഴിഞ്ഞാൽ വെയിലും, ഇപ്പം നല്ല തണുപ്പാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ, ഫെബ്രുവരി വരെയൊക്കെ നല്ല തണുപ്പാണ്, കണ്ടല്ലേ. കണ്ടോ ഇല്ലേ നമ്മുടെ ഇത് പണിഞ്ഞേക്കുന്ന ഇത് എന്ത് സംഭവമാണെന്ന് നോക്കണ്ടോ. ഉണ്ടോ ഈ കല്ലുണ്ടോ. ഇതിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇവിടെ സൈഡിൽ കൈവരികളൊന്നും ഇല്ല. അത്യാവശ്യം നൈറ്റൊക്കെ വരുന്നവർ നോക്കിക്കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ കുച്ചുമുത്തി താഴെ പോകും സംഭവം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇവിടെ വരുന്നവർ നൈറ്റൊക്കെ ഒന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് കുത്തബ് മിനാറിൻ്റെ അകത്തുള്ള കാഴ്ച. ഇപ്പോൾ ഗൈസ് നമ്മളൊരു സൈഡിൽ കൂടെ കറങ്ങി കുത്തബ് മിനാറിൻ്റെ മറ്റൊരു സൈഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വിഷ്വലൊക്കെ വളരെ മോശമായിട്ടാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് എന്താണ് ഇവിടെ ബന്ധായി കേട്ടോ, ഇവിടെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം നേരെ തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം പകൽ വരാൻ താല്പര്യമുള്ളവർ പകൽ വന്ന് കാണുക, നൈറ്റ് വരാൻ താല്പര്യമുള്ളവർ നൈറ്റ് വന്നാണ്. നൈറ്റ് വന്നു കഴിഞ്ഞാൽ ലേസർ ഷോ ഒക്കെ കാണാം, അത്യാവശ്യം നല്ല വൈബാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ടോക്കൺ ഉണ്ടല്ലോ, ഈ ടോക്കൺ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടോക്കൺ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ അവിടുന്ന് മേടിക്കുന്ന സമയത്ത് ഈ ടോക്കൺ കൈ വെച്ചാണ്, കൊണ്ട് കളയരുത്. നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയാണ്. നമ്മൾ ഇപ്പോൾ കുത്തബ് മിനാറിൻ്റെ സൈഡിലത്തെ കടയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കെത്തിയിരിക്കുകയാണ് കേട്ടോ. ചായ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ മാസ്ക് ഇട്ടേക്കുന്നത്. ഒന്നാമത് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. അല്ലേ ഈ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ് ഇവിടെ എല്ലാം കറങ്ങിയിട്ട് നേരെ നമ്മൾ പഹർഗഞ്ചിലോട്ട് പോവുകയാണ്. പഹർഗഞ്ചിൽ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ റോഡെല്ലാം ഫ്രീ ആയിട്ടുണ്ട്, നമ്മൾ സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.